ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നിധിചേട്ടൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവാന്ന്. അപ്പം എല്ലാവരും ഉണ്ട്. ശ്രീലക്ഷ്മി ഉണ്ട്, അനീഷേട്ടനുണ്ട്, മെൽബി ഉണ്ട്, ഓളെ ഹസ്ബൻഡ് ഗോകുലുണ്ട്. അപ്പോൾ നമ്മളിതാ റെഡിയായി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോവാന്നല്ലേ നിലു. നിധിചേട്ടാ ഒരു ഹായ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ എന്തെല്ലാന്ന്. നമ്മളിപ്പോൾ എടൂരെത്തി. ഹായ്. അപ്പം നമ്മളിപ്പോൾ എടൂരുള്ളത്. നമ്മളിനിയിപ്പം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മളിതാ ഇരിട്ടിയല്ല പടിയൂരേക്കാണ് പോകുന്നത്, പടിയൂർ റൂട്ടിലേക്ക്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഷവർമ വാങ്ങിച്ചു. ഷവർമ കാണുന്നില്ല ഇരുട്ടത്ത്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് പടിയൂരേക്കാണ്. പടിയൂർ അമ്മേൻ്റെ അനിയത്തീൻ്റെ വീടാണ് പടിയൂർ. അപ്പം അവിടെ അനിയത്തീൻ്റെ മോനും വൈഫും ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നമുക്ക് അവിടെ ഫുഡെല്ലാം ഉണ്ടാക്കി നമുക്ക് സെറ്റാക്കാം, എല്ലാവർക്കും കൂടി അവിടെ കൂടാം ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഇന്നത്തെ ഡേ. ഈ മുമ്പിൽ പോകുന്ന കാറ് നമ്മളെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടതാണ്. നമ്മളവിടെ ഇരിട്ടിയിലെത്തുമ്പോൾ അവരും ഉണ്ട് അവിടെ. അങ്ങനെ നമ്മളൊപ്പരാണ് അവിടെ വീട്ടിലോട്ടൊക്കെ എത്തിയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അവന്തൂട്ടി ഓടി വന്നിട്ടുണ്ട് നമ്മളെ കണ്ടിട്ട്. അപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും പിന്നെ പാപ്പനും ആൻറ്റിയും എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ മൈക്കെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാട്ട് പാടാനുള്ള സ്പീക്കറും മൈക്കും കാര്യങ്ങളെല്ലാം കരോക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി വരണല്ലേ, എത്തണത്ര എത്തിയിട്ടില്ല. അപ്പോൾ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ ഏട്ടത്തി അമ്മ പായസം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പായസം ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ വരുന്നതുകൊണ്ടല്ല, അവിടെ ചെറുതിൻ്റെ പിറന്നാളാണ് ഇന്ന്, അതുകൊണ്ട് പായസം ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഇത് നമ്മൾ മൂന്നാൾക്കാരും ഇരുന്ന് കഥയെല്ലാം പറയുന്നുണ്ട്. നമ്മൾ മൂന്നാളും ചെറിയ വ്യത്യാസം ഉള്ളൂ വയസ്സിന്. അകത്തിത ഗാനമേള നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിവിടെ പുറത്തിരുന്ന് കഥ പറയലാന്ന്. അതിൻ്റെ ഇടയിൽ നിലുവിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവന്തൂട്ടി പറഞ്ഞു ഞാൻ കൊടുത്തോളാന്ന്. നമ്മൾ ഈ ചെറുതിലെല്ലാം അങ്ങനെയല്ലേ, നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമുണ്ടാവില്ല. അതുപോലെ അവന്തൂട്ടി പറഞ്ഞു ഞാൻ കൊടുത്തോളാം നിലുവിന് എന്ന് പറഞ്ഞ് അവളാ ഭക്ഷണമെല്ലാം വാരിക്കൊടുത്തത്. അപ്പോൾ ആൻറ്റി എത്തി. അപ്പോഴത്തേക്ക് നമ്മളെ ആൻറ്റി സിന്ധു ആൻറ്റി ഇതാണ്. നമ്മൾ വരുമ്പോഴത്തേക്ക് തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. പന്നിയിറച്ചിയാണ് ഉണ്ടായത്. അപ്പം ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചു. അപ്പം ചിക്കൻ വറക്കാനാണ് പ്ലാൻ ചെയ്തത്. കറി വെക്കാനാണെങ്കിൽ ഉള്ളിയെല്ലാം മുറിച്ചിട്ട് കുറേ പണിയില്ലേ, അതുകൊണ്ട് ഫ്രൈ ചെയ്യാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലയെല്ലാം പെരക്കി എണ്ണയിലോട്ട് ഇട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് ഫ്രൈ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ആൻറ്റീൻ്റെ റെസിപ്പിയാണ്, ഏട്ടത്തിയാണ് സെറ്റാക്കുന്നത്. അങ്ങനെ ഇത് ചിക്കനെല്ലാം സെറ്റായി. നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാമാണ് ഡിഷുകൾ ഉണ്ടായത്. പന്നിയിറച്ചിയെല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഇരിട്ടി ഭാഗത്തോട്ടെല്ലാം നമുക്ക് പന്നിയിറച്ചിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ടൗൺ ഏരിയയിൽ കണ്ണൂർ അങ്ങോട്ടൊന്നും പന്നിയിറച്ചി കിട്ടില്ല. ഇവിടെയെല്ലാം പന്നിയിറച്ചി നല്ലോണം കിട്ടും. ആൻറ്റി ഇതാ സ്പെഷ്യലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട് പന്നിയിറച്ചി. ഇങ്ങനെ
ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെയും ഗാനമേളയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എക്സ്ട്രാ എനർജി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിത് പുറത്തിരുന്നിട്ട് എന്തെല്ലോ കഥയെല്ലാം പറയുന്നുണ്ട്. അനീഷേട്ടനെ കുറച്ച് കളിയാക്കി വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ ഫാമിലി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയം 4:30 4:30 പുലർച്ചെ 4:30 ആയത്. സമയം ഇത്രയായത് നമ്മൾ അറിഞ്ഞിട്ടില്ല. വർത്താനം പറഞ്ഞിരുന്ന് എന്തെല്ലോ തമാശ പറഞ്ഞ് കളിയാക്കിയിട്ടും കഥ പറഞ്ഞിട്ടും പണ്ടത്തെ സ്റ്റോറി പറഞ്ഞിട്ടും അങ്ങനെ സമയം പോയത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി അടുത്തത് അനീഷേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഒരു ദിവസം കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വ്ളോഗ് ഞാൻ അവിടെയുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.